ലൈലത്തുൽ ഖദറിന്റെ 4 വ്യക്തമായ അടയാളങ്ങൾ ഏത് ദിവസമായിരിക്കും, ഏത് ദിവസമാണ് അത് സംഭവിക്കുക എന്നത് വ്യക്തമായ ഹദീസുകളിൽ പണ്ഡിതന്മാർ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഭാഗ്യവാന്മാർക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈ ദിവസം നിങ്ങൾ പാഴാക്കി കളയരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് എന്നാൽ വീഡിയോസിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ്യക്തമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 27-ാം രാവിലാണോ, 28-ലാണോ, 29-ലാണോ എന്നായിരിക്കും ലൈലത്തുൽ ഖദർ എന്നിവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്ത് സ്വലാത്ത്, എന്ത് ദിക്ർ, എന്ത് ദുആ ആണ് നമ്മൾ ചെയ്യേണ്ടത്, ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. റമളാൻ മാസത്തിലെ ഏറ്റവും പുണ്യകരമായ ഒരു ദിവസമായാണ് 27-ാം രാവിനെ വിശ്വാസികൾ കണക്കാക്കുന്നത്. ഖുർആൻ അവതരിക്കപ്പെട്ട ലൈലത്തുൽ ഖദർ ഈ രാത്രിയിലായിരിക്കുമെന്ന് വിവിധ പണ്ഡിതന്മാരും ഹദീസുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ രാവിന്റെ പ്രത്യേകത എന്താണ്? ആ രാവിൽ നമ്മൾ എന്തൊക്കെ ദുആകളാണ്, എന്തൊക്കെ ദിക്റുകളാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാത്രിയാണ്. റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാത്രികളിലാണ് ഇത് പ്രതീക്ഷിക്കേണ്ടതെങ്കിലും 27-ാം രാവിലാണ് ഇത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്ന് പണ്ഡിതന്മാരും ഹദീസുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും പ്രതിഫല ഇച്ഛയോടുകൂടിയും ഈ രാത്രിയിൽ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവന്റെ മുൻകാല പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയിൽ മലക്കുകളടക്കം ജിബ്രീൽ അലൈഹിസ്സലാമുള്ള മലക്കുകളടക്കം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് സലാം പറയുകയും ചെയ്യുമെന്ന് ഹദീസുകളിലും പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി ഹദീസുകളുടെ അടിസ്ഥാനം കാണാം. ഹദീസുകളിൽ 27-ാം രാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവാണേ സത്യം, ലൈലത്തുൽ ഖദർ ഏത് രാത്രിയാണെന്ന് എനിക്കറിയാം. അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് നിൽക്കാൻ കൽപ്പിച്ച രാത്രിയാണ്. അത് 27-ാം രാവാണ്. സ്വഹീഹ് മുസ്ലിം 762 ഹദീസ്. മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ലൈലത്തുൽ ഖദർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് 27-ാം രാവിൽ അന്വേഷിക്കട്ടെ. അഹ്മദ് ഹദീസിൽ കാണാം. അപ്പോൾ നമ്മൾ 27-ാം രാവിൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദുആ ഏതാണെന്ന് നോക്കാം. ലൈലത്തുൽ ഖദറിൽ പ്രത്യേകിച്ച് 27-ാം രാവിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന താഴെ പറയുന്നവയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ രാത്രിയിൽ എന്ത് ചോദിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതാണത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഈ 27-ാം രാവിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ഈ രാത്രിയിൽ ദീർഘമായി നമ്മൾ നമസ്കരിക്കണം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. കണ്ണീരോടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചെയ്തു പോയ, നമുക്കറിയാതെ പറ്റുപോയ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ അല്ലാഹു തആലയോട് നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു തആല തീർച്ചയായിട്ടും സ്വീകരിക്കും. അല്ലാഹു തആല നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ ഹാസിലാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇനി ലൈലത്തുൽ ഖദറിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹദീസുകളിൽ ഈ രാവിനെ തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ രാത്രി അമിതമായ ചൂടോ തണുപ്പോ ഇല്ലാത്ത ശാന്തമായ രാത്രിയായിരിക്കും. അന്നേ ദിവസം പ്രകാശം വരുത്തുന്ന ചന്ദ്രനെ പോലെ ആകാശം തെളിഞ്ഞു നിൽക്കും. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അതിന് തീക്ഷണമായ രശ്മികൾ അഥവാ കിരണങ്ങൾ കുറവായിരിക്കും. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു വരുമല്ലോ, ആ സമയത്ത് തീക്ഷണമായ രശ്മികൾ, കിരണങ്ങൾ കുറവായിരിക്കും. ഒരു തളിക പോലെ വെളുത്ത നിറത്തിലായിരിക്കും സൂര്യൻ കാണപ്പെടുക. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യണം?
ദുആ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സ്വന്തം പാപമോചനത്തിന് പുറമെ നമുക്ക് ഇനി ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ആ ദിവസം പ്രാർത്ഥിക്കേണ്ടത്? മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗികൾക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്തെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങൾക്കും മുസ്ലിം സഹോദരങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. മാഷാ അല്ലാ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് 27 രാവിൽ ചെയ്യാനുള്ളത്. ഇതെല്ലാം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖിനെ നൽകുമാറാകട്ടെ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.